മാഷാഅല്ലാ മാഷാഅല്ലാ. കുറച്ച് പ്രശ്നമുണ്ട്, പ്രായമായില്ല ഉണ്ടാവും, തേയ്മാനത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇമ്മക്ക് പ്രായമായത് പറഞ്ഞ പറ്റൂല, അതെന്താ പ്രായപ്പ നമുക്ക് കയ്യില്ലപ്പാ. ആ പ്രായമായത് പറ്റൂല. ഓ നമുക്ക് സങ്കടമുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോണത്? ഇന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. ഇനാഗ്രേഷൻ ചെയ്യാൻ പോണു. എവിടെ? നമ്മളുടെ കോട്ടൺ JB സെറ്റ് കോട്ടൺ ഇനാഗ്രേഷൻ ആണ് കേട്ടോ. ഞങ്ങൾ തന്നെ തീരുമാനിച്ചത് ഇന്നലെ രാത്രി വൈകുന്നേരമൊക്കെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് എപ്പോൾ ഉദ്ഘാടിക്കണം എന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ നോമ്പിന് മുമ്പാണെന്ന് ഞാൻ ജുബിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ജുബി പറഞ്ഞു നാളെ നോമ്പാണ്. അങ്ങനല്ല, 2 ദിവസം കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ നോമ്പാണ്. അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് ഉദ്ഘാടിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് ഉദ്ഘാടിക്കാം. ഉദ്ഘാടനം ചെയ്യുന്നത് എന്റെ വെല്ലിമ്മയാണ് കേട്ടോ. ഓക്കെ, എന്റെ അമ്മമാനെ കൊണ്ട് ഇപ്രാവശ്യം ഉദ്ഘാടനം ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ചു. ഞാൻ ഹണി റോസിനെ കൊണ്ടുവരാനാണ് വിചാരിച്ചത്. പിന്നെ ജുബിക്ക് ഈഗോ അടിക്കുന്നത് കണ്ടാച്ചിട്ട് ഞാനത് ക്യാൻസൽ ചെയ്തു. ഇപ്പൊ ആരെന്നാല് രാവിലെ തന്നെ ചോക്കോബാറോ ചോദിക്കാലോ. ആ വെള്ള ടീഷർട്ട് എങ്ങാനും ബാപ്പി മോളൊന്ന് അറിച്ചാല് മമ്മന്റെ സ്വഭാവം കയറിയാലോ. എന്താ ശിവാന്റെ സ്വഭാവം പുറത്തു വരുന്നു. ശിവാന്റെ സ്വഭാവം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോ ഇനാഗ്രേഷൻ വെച്ചിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോ കസ്റ്റമേഴ്സിനോ ആരും വിളിക്കാനൊന്നും പറ്റിയിട്ടില്ല. അതിപ്പോ നമ്മളുടെ JB സെറ്റ് ഉദ്ഘാടനം ചെയ്തപ്പോൾ അങ്ങനെ ആയിരിക്കും. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ട മനസ്സിലാവും. ഞാനുണ്ടായിരുന്നു, ഉപ്പുണ്ടായിരുന്നു, ഉസ്താദ് ഉണ്ടായിരുന്നു, സജാദ് ഉണ്ടായിരുന്നു, ജുബി ഉണ്ടായിരുന്നു, സ്റ്റാഫ് ആളുണ്ടായിരുന്നു. വേറെ ആരുമില്ല. വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മള് അന്നും JB സെറ്റിന്റെ ഉദ്ഘാടനം കഴിച്ചത്. ഇന്നും അങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. എല്ലാവർക്കും പരാതിയാണ് കുടുംബക്കാർക്കൊക്കെ, ഞാൻ ഉദ്ഘാടനങ്ങൾ പറയുന്നില്ല, അല്ലെങ്കിൽ അത് പറയുന്നില്ല, ഇത് പറഞ്ഞു. അതിനൊന്നും ഒന്നും നേരമില്ല. നിങ്ങൾക്ക് എപ്പോ ആണെങ്കിലും വരാം ഷോപ്പിൽ, അത്രേ ഉള്ളൂ. എല്ലാവരും ഉദ്ഘാടനത്തിന് വിളിക്കാന്നുള്ള ഒരു ചടങ്ങൊന്നും എനിക്ക് മൈൻഡിൽ അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. വളരെ മിനിമലായിട്ട് തുടങ്ങണം, അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം, അത്രേ ഉള്ളൂ ഏതൊരു ബിസിനസ് തുടങ്ങുമ്പോൾ. അപ്പൊ ഇൻഷാല്ലാ ഇതും ഒരു സക്സസ് ആവട്ടെ. മാഷാല്ലാ JB സെറ്റ് ഈ ഒരു 6 മാസം കൊണ്ട് നിങ്ങളെ ഒരു ലെവലിൽ എത്തിച്ചെന്നു. നമ്മളെ ഹാർഡ് വർക്ക് ഉണ്ട്, പക്ഷെ അതേ സമയം തന്നെ നിങ്ങളെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടും കൂടിയാണ് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പൊ കോട്ടൺ വെയറിന് വേണ്ടിയിട്ട് നിങ്ങൾ വേറെ എവിടെയും പോകണ്ട, നേരെ JB സെറ്റിക്ക് വരാം. പാർട്ടി വെയറിന്റെ കളക്ഷൻസ് ഞങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം. ഷോപ്പിൽ എന്താണ് പെരുന്നാക്കി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാർട്ടി വെയർ കണ്ടെങ്കിൽ ഞാൻ ഗ്യാരണ്ടി പറയണു, അത്ര അടിപൊളി ഹാൻഡ് വർക്ക് വരുന്ന റെഡിമെയ്ഡ് കളക്ഷൻസ് നിങ്ങൾക്ക് വേറെ എവിടെയും കാണാൻ പറ്റില്ല. അത്രയും ഹെവി കളക്ഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ടോ. ഗൈസ്, നമ്മളുടെ JB സെറ്റ് കോട്ടന്റെ ഉദ്ഘാടനമാണ് കേട്ടോ. എന്റെ വല്യമ്മ നിർവഹിക്കാൻ പോവാണ്. മാഷാഅല്ലാ മാഷാഅല്ലാ. മമ്മ ബിസ്മിൻ ചൊല്ലി കയറി. ഞങ്ങളുടെ ഒരു കുഞ്ഞു സംരംഭമാണ്, അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞു ഉദ്ഘാടനമാണ് ഇപ്പൊ കഴിഞ്ഞത് കേട്ടോ. ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ ആരും വിളിക്കാൻ പറ്റിയിട്ടില്ല. വിളിക്കാൻ പറ്റാഞ്ഞിട്ടല്ല, വിളിച്ചിട്ടില്ല. ഓക്കെ, ഇൻഷാല്ലാ ഇൻഷാല്ലാ. എന്റെ ശിവാപ്പൂന് നോട്ടം പിന്നെ ഇവിടെ വന്ന നട്സിലും മുട്ടായിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ കോട്ടണിൽ വരുന്ന കളക്ഷൻസ്. ഇപ്പോഴാണ് റാക്കൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് ഫുള്ളായത്. ഓക്കെ, ഈ കാണുന്നത് കംപ്ലീറ്റ് കോട്ടൺ അൻസ്റ്റിച്ചഡ് ബിറ്റുകളും റെഡിമെയ്ഡ്സ് ഒക്കെയാണ് കേട്ടോ. മോസ്റ്റ്ലി ഇതിൽ വരുന്നത് പ്ലസ് സൈസുകളാണ്. കുറേ പേര് കോട്ടണിൽ പ്ലസ് സൈസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനാർക്കലിയിലും സൈഡോപ്പിളിലൊക്കെ. അതാണ് ഇതിൽ കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നത് കേട്ടോ. പ്യുവർ കോട്ടൺ ഉണ്ട്, ജയ്പൂരി കോട്ടൻ്റെ കിഡിലും ബിറ്റുകളുണ്ട്. അതേപോലെ ഇനി മുതൽ മസ്ലിനും ബിലോ 2000 റേഞ്ച് വരുന്ന മസ്ലിൻ്റെ ബിറ്റുകളും ഇവിടെ തന്നെ ആയിരിക്കും കേട്ടോ നമ്മൾ സെയിൽ ചെയ്യാം. അപ്പം എനിക്ക് തന്നില്ല, നമ്മളെ മെയിൻ സ്ട്രെങ്ത് നമ്മളെ സ്റ്റാഫുകളാണ് കേട്ടോ. അല്ലേ ജോ? നമ്മളെ മെയിൻ സ്ട്രെങ്ത് നമ്മളെ സ്റ്റാഫുകളല്ല. വർഷങ്ങളായിട്ട് നമ്മളിപ്പോൾ ഉള്ള പയ്യന്മാർ തന്നെയാണ്. സോ
അത് നമുക്ക് വലിയൊരു ലെക്കാണ്. കാരണം സ്റ്റാഫ് ഒന്ന് സെറ്റായി കിട്ടുക എന്നുള്ളതാണ് എല്ലായിടത്തും വലിയ ടാസ്ക് ആയിട്ട് വരല്. ബട്ട് ഇത് നമുക്ക് ബാങ്ക് കൊടുക്കുന്നില്ല. നമ്മളെ തൊട്ടടുത്തുള്ള DTDC ഷോപ്പിലൊക്കെ കൊടുക്കാൻ വന്നിട്ടുണ്ട്. എടാ ബോസ് ഇടാ, മെയിൻ ബോസ് ഇടാ. ബ്ലോഗ് കണ്ടപ്പോൾ ഞെട്ടി. ബഹുമാനിക്കണ്ട, അവിടെ ഇരുന്നോ. എന്താണ് അടുത്താള് നമ്മളെ ബിൽഡിങ്ങിൽ തന്നെ കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ. മൂപ്പരാണ് മെയിൻ. നമ്മളുടെ ഫുൾ വർക്ക് ചെയ്ത ആള്, ഷോപ്പിന്റെ ഫുൾ വർക്ക് ചെയ്ത ആള് നമ്മളുടെ ആലിവിക്കാണ് കേട്ടോ. അപ്പൊ ഉദ്ഘാടനം കഴിഞ്ഞിട്ടോ, ലൈറ്റ് ഉദ്ഘാടനം ആയിരുന്നു. നിങ്ങളടക്കം വിളിച്ചിട്ടില്ല, തൊട്ടപ്പുറത്തുള്ള നിങ്ങളെ മോലേരെന്നെ ഉച്ചയ്ക്ക് ശേഷം വിളിച്ചേക്കാണ്ട് കൊടുത്ത് തോർന്നിട്ട് വേണം. ജസ്റ്റ് മമ്മാനെ കൊണ്ട് റിബൺ കട്ടിങ് അത്രേ ഉള്ളൂ, ചെറിയൊരു ഇതല്ലേ. അപ്പോൾ ഷോപ്പ് മറക്കണ്ട, നമ്മളെ ഒതുക്കിങ്ങ സ്കൂളിലെ നേരെ ഓപ്പോസിറ്റ് കേട്ടോ. ഓക്കെ, നമ്മൾ മേലെയാണ് നമ്മളുടെ മെയിൻ JB സെറ്റ് ഉള്ളത്. കോട്ടൺ ഉള്ളത് ഈ ഷട്ടറിൻ്റെ തന്നെ ഏറ്റവും ലാസ്റ്റ് എൻഡിൽ കേട്ടോ. എടുത്തോ ഗൈസ്, ഇതാണ് ഞങ്ങളെ നാട്ടിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പിന്നെ പേരെന്തേനു, ജസീൽ കുഞ്ഞോൻ ജസീൽ. ഓക്കെ, എന്നാ പോക്കറ്റിൽ നിറച്ചോ മുട്ടായി. എന്നാ എടാ പാറങ്ങാടിൽ നമ്മളെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കട്ടോ. മുട്ടായി ഉണ്ടാവുന്നു ഇല്ലാതെ. ഇതൊക്കെ നമ്മളെ തൊട്ടടുത്തുള്ള ഷോപ്പത്തെ കാക്കാരാണ് കേട്ടോ. ഗൈസ്, നമ്മളുടെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ പർച്ചേസ് നമ്മളുടെ ഇപ്പന്നെ ചെയ്തിരിക്കുകയാണ്. പിന്നെ നമ്മളെ അമ്മമ്മക്ക് ഒരു അടിപൊളി അബായ കേട്ടോ അല്ലേ. അറ്റൻഡ് ചെയ്തത് നമ്മളുടെ സെയിൽസ് ഗേൾ ആയിട്ടുള്ള ജുബേരിയ മാഡം ആയിരുന്നു. ഈ ഓൾ ഇൻ ഓൾ അല്ലേ, MD കം സെയിൽസ് ഗേൾ കം മോഡൽ കം. എന്തായാലും അത് കയറ്റി വെച്ചാൽ മതി, സാലറി ഒന്നും വേണ്ട, പണിയെടുത്തോളും. അപ്പൊ ആദ്യത്തെ കൈനീട്ടം ഇപ്പാന്റെ വക കേട്ടോ. അപ്പാക്ക് ഭയങ്കര നിർബന്ധം. ഞാൻ പറഞ്ഞു ഇപ്പ വേണ്ട എന്റെ വകയാണെന്ന്, പക്ഷെ ഇപ്പൊ കേൾക്കണില്ല. അതിപ്പോ ഡിസ്കൗണ്ട് ഒന്നും വേണ്ട എന്നാണ് ഇപ്പൊ പറഞ്ഞത്. വ്ലോഗിൽ ഒരു തമാശക്കാരനാണ്, നിങ്ങൾ പൈസ തന്നെ തരണ്ട. നമ്മളെ മേലത്തെ JB സെറ്റിന്റെ ഉപ്പ് തന്നെയായിരുന്നു കേട്ടോ ഫസ്റ്റത്തെ പർച്ചേസ്. മാഷാഅല്ലാഹ്, നല്ല ബർക്കത്തുണ്ട്. ഓ നമുക്ക് സങ്കടമുണ്ട്. ഇല്ല, എനിക്കറിയാം, സാരില്ല. ഇപ്പല്ലേ സാരില്ല, പോട്ടേക്കാരണ്ട. നമ്മൾ ഇനാഘോഷമൊക്കെ കഴിഞ്ഞു, നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നോട്ടോ. നമ്മൾ ഒതുക്കുങ്ങലുള്ള ഹോട്ടലിലായിട്ട് എനിക്ക് മന്തി പീസ്. എന്റെ അമ്മി അന്നൂസൊക്കെ വരുന്നുണ്ട് കേട്ടോ. അമ്മ ഇവിടെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നതിനപ്പം കൂടെ വരുന്നുണ്ട്. ഇനി ഓരോ കാത്തിക്കണം, നോക്കട്ടെ. ജീവ ഗുഡ് ഗേളാ. ഇതാണ് നമ്മളുടെ ഫ്രൂട്ടി. ഓക്കെ അല്ലേ? ഓക്കെ. ഇതെന്താ സാധനം? പൂട്ടിയല്ല, ഫ്രൂട്ടി. കുടിക്കൂലാതെ ഫ്രൂട്ടി തന്നെ. ഇതൊക്കെയാണ് ബോളാക്കിയത്. അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ ഗൈസ്. അല്ല, തടി കൂടിക്കണേ, ജുബിൻ കൂടിക്കണേ, ഉമ്മയും കൂടിക്കണേ ഗൈസ്. ജുബിന്റെ അമ്മയും വന്നു കേട്ടോ. ഉമ്മ എന്താ ഉദ്ഘാടനത്തിന് എത്താന്? മക കാലിന് കുറച്ച് പ്രശ്നമുണ്ട്, പ്രായമായില്ല, ഉണ്ടാവും, തേയ്മാനത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇമ്മക്ക് പ്രായമായത് പറഞ്ഞ പറ്റൂല. അതെന്താ പ്രായം നമുക്ക് കയ്യില്ലപ്പാ. ആ, പ്രായമായത് പറ്റൂല. അതാ അതന്നെ ഇവിടെയും. ഇവിടെ താത്ത വിളിച്ചാ മതി. ശിവ താത്ത അല്ല കേട്ടോ, ഉമ്മമ്മ. ഇമ്മമ്മ. ഇതും ഉമ്മമ്മയാണ്, ഇതും ഉമ്മമ്മയാണ്.
ഒക്കെ ഫുള്ള് കോട്ടൺ മാത്രം. ഈ ആരപ്പ പോണ്ട്? ഉമ്മമാന്റെ ഒപ്പം താത്താന്റെ ഒപ്പം? താത്താന്റെ ഒപ്പം വീട്ടിക്ക് പോവാ? ജീവ ആരപ്പ പോണേ? ഓള് താത്തന്റെ ഒപ്പം പോവുള്ളല്ലോ. 2 ദിവസം മുമ്പ് ഫുള്ള് അന്വേഷണം ചോദിച്ച് കരച്ചില്ലേനോ? അന്ന എന്റെ വീട്ടുകാർക്കും കൂടി കണ്ടു. എന്നിട്ട് ഇത് കുട്ടിക്ക് ഇത്ര ഇഷ്ടം. അപ്പോ നമ്മളുടെ രണ്ടാമത്തെ കസ്റ്റമർ ഉദ്ഘാടനത്തിന് ശേഷം കേട്ടോ. സത്യം പറഞ്ഞാൽ ഉദ്ഘാടനം തുടങ്ങിയതിന് മുമ്പ് കുറേ കസ്റ്റമേഴ്സ്. ഇന്ന് രാവിലെ ഉദ്ഘാടനത്തിന് മുമ്പ് കണ്ണൂരിൽ നിന്ന് കസ്റ്റമർ വന്നുകൊണ്ട് വരെ എടുത്തേക്കണേ. ഓക്കെ, അപ്പോൾ കസ്റ്റമർക്ക് ആദ്യമായിട്ടാണ് കോട്ടൺ കൊടുക്കേണ്ടതെന്നല്ല, നമ്മൾ ഉദ്ഘാടനത്തിന് ശേഷം നമ്മളുടെ രണ്ടാമത്തെ കസ്റ്റമർ നമ്മളെ ജുബിയുടെ അമ്മയാണ്. എൻ്റെ എന്തമ്മ ഇമ്മ എന്താ പറയുക, ഈ സൈഡ് കേൾക്കണത് ഇമ്മ ഈ സൈഡിൽ മാത്രമാണ് മേക്കപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നാച്ചുറൽ ബ്യൂട്ടി ഉള്ളമ്മ. പക്ഷെ ഇവളെന്തെങ്ങനെ മാഷാല്ല മാഷാല്ല വെറുതെ അതിനെ കണ്ണു വെക്കണ്ട. ഇല്ലല്ല വെറുതെ വരമ്മ. എന്നാലും ഇതൊക്കെ ഈ പ്രായമായിട്ട് ഉമ്മാന്റെ സ്കിന്ന് ചുളിഞ്ഞിട്ടില്ല. നിങ്ങളൊന്നും നോക്കണ്ട, നാളെ നിങ്ങൾ ഫുള്ളായിട്ട് ചുളിഞ്ഞ് ഇതൊക്കെ ആയിട്ട് വരും. ഇല്ലട്ടോ വെറുതെ പറയണം. അമ്മ നമ്മളെ കോട്ടന്റെ കളക്ഷൻസ് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇല്ല, സൂപ്പർ അല്ലേ? അപ്പൊ നിങ്ങൾ വരിക, നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാ അല്ലേ? ജുബി ഉണ്ടാവും, ജീവി ഉണ്ടാവും കേട്ടോ ഇവിടെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാന്. നാഗ അബ്നോർമലാണ്. അല്ലല്ല ഇറങ്ങ കുറച്ചോനേ. അപ്പൊ ഗൈസ് ജുബിന്റെ മാമിക്കുള്ള ഡ്രസ്സും കൂടി എടുക്കണ്ട കേട്ടോ. അപ്പൊ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു, ഉമ്മ തിരിച്ചു പോവാണ്. നമ്മൾ ഉദ്ഘാടനമൊക്കെ മാഷാഅല്ലാഹ് അൽഹംദുലില്ലാ നല്ല ഭംഗിയായിട്ട് തീർന്നു. ഇജ്ജുണ്ട് കേട്ടോ, ഇജ്ജ് എടുക്കാ കോഴിക്കോട് പോവാ? ആരോട് ചോദിച്ചിട്ട്? അപ്പൊ ഇവിടെ വരുന്ന കസ്റ്റമർക്ക് ആരാ അറ്റൻഡ് ചെയ്യാ? ആരാ ഡ്രസ്സ് എടുത്ത് കൊടുക്കുക? സിബിലിയോ? സ്റ്റാഫുകളെ ഇരട്ട പേരൊക്കെയാണ് പറയുന്നത്. അപ്പൊ ജീവു ഉണ്ടാവില്ല? കസ്റ്റമേഴ്സ് ഒക്കെ ജീവുവിനെ കാണാൻ എത്ര ആൾക്കാർ വരലുണ്ട്? ഇന്ന് രാവിലെ വന്നവരൊക്കെ പഠിച്ചാനെ ആ വരൂല, കിട്ടൂല. അത് ഗയ പോയി. ഉമ്മാന്റെ കാല് കാണിക്കാൻ, ഉമ്മാക്ക് കാലിന് കാര്യമായിട്ട് ക്ഷയം എന്തിനു പ്രശ്നമാ? തേയ്മാനം വന്നു ഗയ. അപ്പൊ വയസ്സായത് പറയാൻ പാടില്ലേ? ഇപ്പൊ എത്ര വയസ്സുണ്ട് നമുക്ക്? അന്നെ എത്ര 30-ാം വയസ്സിലല്ലേ? അപ്പൊ ഒരു 50 ആ നല്ല അമ്മ. ശരിക്കും എത്ര വയസ്സുണ്ട് അമ്മ? 42. എന്റെ അമ്മ ഇങ്ങനെ തന്നെയാണ് എപ്പോഴും 42 വയസ്സാവണ്ടേന്നോ? ശരിയാണ്. ഇമ്മേ അതല്ല അമ്മക്ക് ഇനി 30 പറഞ്ഞാലും കുഴപ്പമില്ല. വേഗം കുടിച്ചു. ആ ആ കാര്യമാണെങ്കിൽ അവിടെ ഇരുന്ന് കരഞ്ഞോണ്ടിട്ടാ. ബാസിത്ത് വരൂല. ആ മുട്ടായി വാങ്ങി കൊടുക്കണ്ട. പല്ലൊക്കെ ഇങ്ങോട്ടിക്ക ഇല്ല പറഞ്ഞപ്പോ തന്നെ കണ്ടു എല്ലാരും. ചോദിച്ചതിന് മറുപടി എനിക്ക് ഇന്നാണോ ഇഷ്ടം താത്തനാണോ ഇഷ്ടം? അതാ പോരെ, എനിക്ക് കമ്പനിക്ക് ആളില്ലേനോ, ഒരാളായി. ബാ ഓ രക്ഷപ്പെട്ടു. താങ്ക് യു മോളെ, താങ്ക് യു. ഇത് ആരും പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. ഓലെന്നെ കൊണ്ടുപോകുന്നില്ല.
അപ്പൊ ഇക്കാത്ത മോള്. അപ്പം ഗൈസ് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ഷോപ്പിൽ വന്നോളിട്ടാ, കളക്ഷൻസ് കാണിച്ചില്ല എന്ന് പറയില്ല. ഇന്ന് മുതൽ ഷോപ്പിൽ കളക്ഷൻസ് കാണിക്കൽ തന്നെ കയറാൻ ചടങ്ങുതാ. ഈ കാണുന്നത് ഫുള്ള് കോട്ടണ്, മസ്ലിന്, പിന്നെ എന്തിനും യാ കോട്ടണിൽ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഫാസിൽ. ഡീലിങ്സ് എങ്ങനെയുണ്ട് നിങ്ങൾ തന്നെ പറയും. ഞങ്ങളുടെ ബെസ്റ്റ് സ്റ്റാഫിനാണ് ഞങ്ങൾ കോട്ടണിലേക്ക്. യാ ഞങ്ങൾ ബെസ്റ്റ് സ്റ്റാഫായിട്ട് ഇപ്പൊ കണ്ടുവച്ചിട്ടുള്ളത് ഫാസിലിനെയാണ്. അതായത് ഡ്യൂട്ടിന്റെ ഇടയിൽ ഉറങ്ങുക, അല്ല ഡ്യൂട്ടിന്റെ ഇടയിൽ ഗെയിം കളിച്ച, അതൊക്കെ പിന്നെ മാത്രമുള്ള പ്രത്യേക സ്കില്ലുകളാണ്. പക്ഷെ തങ്കപ്പെട്ട ചെക്കനാട്ടോ, നല്ല ചെക്കനാണ്. അതെന്റെ പേടി. അപ്പൊ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ബൈ.